ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ഒരു പലഹാരമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റവയാണ്. അപ്പോൾ 3 കപ്പ് റവയാണ് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഈ റവ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 240 ml ആ സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ ശർക്കരയും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശർക്കര 300 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തതാണ്. അപ്പോൾ 2 കപ്പ് വെള്ളത്തിൽ ഈ 300 ഗ്രാം ശർക്കര ഇട്ടതിന് ശേഷമാണ് നമ്മളിത് ഉരുക്കി എടുത്തത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരു ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ശർക്കരയുടെ അളവിൽ നിന്ന് 1.5 കപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് ശർക്കരപ്പാനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-20 ഏലക്കായുടെ സീഡ് ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണ്, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളം നമുക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ്. അപ്പോൾ ഈ കറുത്ത എള്ള് നന്നായിട്ട് കഴുകി ഇതിനകത്ത് മണൽത്തരിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് അഴുക്കൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യും കൂടി ചേർത്ത് ഇളക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരല്പം മാത്രം ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല. ഉപ്പിൻ്റെ രസം ടേസ്റ്റ് കൂടി നിൽക്കരുത്. അപ്പോൾ ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഈ സ്പൂൺ കൊണ്ട് നമ്മളിതിങ്ങനെ കോരി ഒഴിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ ശരിക്കും അതിൽ നിന്ന് വീഴണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് തിക്കായിട്ടാണ് തോന്നണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതൊരു ഉണ്ണിയപ്പത്തിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് വെച്ചിരിക്കുന്നതും ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ചട്ടിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റവിലേക്ക് ചട്ടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിത് തയ്യാറാക്കുന്നത് നെയ്യിലാണ്. അപ്പോൾ നെയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നെയ്യും ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം അങ്ങോട്ട് നിറഞ്ഞു പോകരുത്, ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ നെയ്യിൽ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്വാദാണ് നമുക്ക് കിട്ടുന്നത്. വല്ലപ്പോഴും അല്ലേ നമ്മൾ നെയ്യിലൊക്കെ തയ്യാറാക്കി കഴിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മളൊന്ന് ഇടയ്ക്ക് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ നമ്മളിത് ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഈ സെയിം കളർ തന്നെ അടിഭാഗത്തും വന്നാൽ മാത്രമേ ഇത് കറക്റ്റ് പരുവമാകുള്ളൂ. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മിക്സിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് അധികം നെയ്യ് വേണ്ടി വരില്ല. അപ്പം നമ്മൾക്ക് എപ്പോഴും നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല. കുറച്ച് മാത്രം നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും നമുക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം.
ഇപ്പം നമ്മൾ ഒരിക്കലെങ്കിലും ഇതുപോലെ നെയ്യിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ ആ വ്യത്യാസം നമ്മൾക്ക് അറിയാൻ പറ്റും. നെയ്യിലുണ്ടാക്കിയാലും വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും ഒക്കെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, എന്നാലും നെയ്യിലുണ്ടാക്കുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു നല്ല സ്വാദ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് ബ്രൗൺ അല്ല, ഡാർക്ക് ബ്രൗൺ ആയാലും മാത്രമേ നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതിന് ഉണ്ണിയപ്പം തന്നെ പറയാം, റവ കൊണ്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വെച്ചതിന് ശേഷം നമ്മളിത് തയ്യാറാക്കി എടുക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ പെട്ടെന്ന് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കളറ് മാറും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മൊരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾക്കിത് എപ്പോഴും നമ്മൾക്ക് നെയ്യിലൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല, പക്ഷെ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി കഴിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത് എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 300 ഗ്രാം മധുരം എന്ന് പറഞ്ഞാൽ അതൊരു മീഡിയം മധുരമാണ്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 400 ഗ്രാമൊക്കെ വേണ്ടി വരും. ഇപ്പം നമ്മളിത് ചൂടോടുകൂടി കഴിക്കാൻ നോക്കിയാൽ കുറച്ച് ഹാർഡായിട്ടിരിക്കും. അതിൻ്റെ ചൂട് ആറിയതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും എത്രത്തോളം സ്വാദ് ഇതിന് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.